എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഭാര്യ വന്നതിലുള്ള സന്തോഷം. അയ്യോ എലീന ഇരിക്കേ. ആ അവിടെ ഇല്ല ഇവിടെ ഇരിക്കേ. അയ്യോ ഇവിടെ വേണ്ട, ആണ്ടാ അവന്റെ അടുത്തിരുന്നോ. അപ്പൊ എന്റെ അടുത്തിരിക്കാൻ ശ്രീകുട്ടിയില്ലേ? തർക്കം വേണ്ട, കുട്ടി എന്റെ അടുത്തിരുന്നോളൂ. ഞാനൊന്ന് കൈ കഴിച്ചിട്ട് വരാം. ഞാനും ഒന്ന് കൈ കഴിട്ട് വന്നേക്കാം. വെറുതെ ഒന്ന് കൈ കഴിടാ. കൃഷ്ണേന്ദു, എനിക്ക് കൃഷ്ണേന്ദുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. അതെ അതെ ഞാൻ പറയാം. ചാടി പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത് ഇവന്റെ കല്യാണക്കാരി ഇവന്റെ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അതല്ലേ? അതല്ല, ഞാൻ സത്യത്തിൽ. അയ്യോ മനസ്സിലായി മൂന്തേട്ടാ. രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ആദ്യം വേണ്ടത് ആൾക്കാരുടെ അംഗീകാരോ അല്ലേ ജോണേ? അതെ വേണം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ വിവാഹം ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ നടക്കുന്നതേ നിന്റെ വിവാഹ പാർട്ടിയാ. എന്താ എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ആ ഒരു സസ്പെൻസ് കൂടി ഉണ്ട്. ഞാൻ നിങ്ങളോട് ആരോടും വന്നല്ലോ ആ സസ്പെൻസ്. ചേട്ടാ എന്റെ ലൗകിക ജീവിതം എല്ലാം നശിപ്പിക്കാൻ വന്നതല്ലേ. ആഹാ, ഭാര്യയോടുള്ള ബഹുമാനം കണ്ടില്ലേ? ഇത്രയൊന്നും വേണ്ട, ഇരിയുടെ. അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന വഴി എലീനെ കണ്ടപ്പോഴാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നമ്മുടെ ഇന്നത്തെ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ ആൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രായപ്പനെ വിട്ട് നിർബന്ധിപ്പിച്ചങ്ങ് വിളിക്കുക. എന്തായാലും അപ്പോഴിവരുടെ ഈ കല്യാണം നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നു അല്ലേ മുന്തേട്ടാ? എല്ലാം തുറന്നു പറയുന്നുട്ടോ. ഈ സമയത്ത് പറഞ്ഞാൽ ആകെ കുഴപ്പാവും. ഞാൻ എല്ലാം വിളിച്ചു കൂട്ടെ. കൂടാ 6 വർഷങ്ങൾക്ക് മുമ്പ് നട്ടുച്ചയ്ക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഭാര്യ വന്നതിലുള്ള സന്തോഷം. അയ്യോ എലീന ഇരിക്കേ. ആ അവിടെ ഇല്ല ഇവിടെ ഇരിക്കേ. അയ്യോ ഇവിടെ വേണ്ട, ആണ്ടാ അവന്റെ അടുത്തിരുന്നോ. അപ്പൊ എന്റെ അടുത്തിരിക്കാൻ ശ്രീകുട്ടിയില്ലേ? തർക്കം വേണ്ട, കുട്ടി എന്റെ അടുത്തിരുന്നോളൂ. ഞാനൊന്ന് കൈ കഴിച്ചിട്ട് വരാം. ഞാനും ഒന്ന് കൈ കഴിട്ട് വന്നേക്കാം. വെറുതെ ഒന്ന് കൈ കഴിടാ. വെറുതെ കൈ എഴുതുന്നതിനെ പാൻറ് തുടച്ചാ പോരെ? ഓ, ചിലപ്പോ രണ്ടിന് പോകുന്നതായിരിക്കും. അതിനെന്തിനാ ഈ ഗ്രൂപ്പായിട്ട് പോകുന്നത്? ഓ, ഒരു കുരിച്ചിന് വരാം. അയ്യോ ലേഡീസ് വാഷ്. നീ ഈ വഴി ഒളിച്ചു മുങ്ങാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാവരും കൂടി എന്റെ ലൈഫ് തുളയ്ക്കുമല്ലേ. എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടായോ? ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവോ? ഇനിയൊരു മഞ്ജു, പിന്നെ ഒരു ഷാരനുണ്ട്, പിന്നെ ഞങ്ങളുടെ ജീവിതം തൊലപ്പിച്ചിട്ട് നിന്ന് കളിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലായി. ഒളിച്ചെന്ന് വെള്ളം അടിക്കായിരുന്നല്ലേ? എനിക്കവിടെ കുഴപ്പമില്ലെന്ന്. ഇപ്പൊ ഹോട്ടൽ പാർട്ടിക്കൊക്കെ ഇതൊരു ഫാഷനാണ്. പെണ്ണുങ്ങൾ ചോരനുമ്പോ ഇവിടെ ആണുങ്ങൾ മാറിയെന്ന് വെള്ളം അടിക്കും. ഇവിടെ ഒരു അരപ്പൊക്കെ, ഇവിടെ ഒരു കാൽപ്പൊക്കെ തുപുലെങ്കിലും താടേ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൽസര ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. പാക്കറ്റ് ഇട്ടോണ്ട്